കഴിഞ്ഞ ഒരു പ്രാവശ്യം അമ്മ ഷോ ഇവിടെ നടത്താൻ വന്ന് സ്റ്റേഡിയത്തിലെത്തി ഞങ്ങൾ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഒരു ആഘോഷമാക്കി മാറ്റണം അല്ലേ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ത്രില്ലിലാണ് ഞങ്ങളുള്ളത്. എൻ്റെ കൂടെ ഷർഫും ഉണ്ട്, അർഫാസ് ഉണ്ട്. അമല പോള് വരാനിരുന്നതാണ്, പക്ഷെ അമലയ്ക്കൊരു കുട്ടിയായി 1 മാസമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കാൻ അമല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമല പോളിന് വലിയൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാല്ലേ? താങ്ക് യു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഖത്തറിൽ വരുന്നത്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് അടുപ്പമുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഇൻലോസ്, എൻ്റെ ഫാദർ ഇൻലോ 34 വർഷം ഖത്തറിലായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ ഞാൻ ഇവിടെ എല്ലാ 3 മാസത്തിലും വന്നതാണ്. അന്ന് ഈ അബൂസിദ്ര മോളൊന്നും ഇല്ല. ഇങ്ങനെ വന്നിരിക്കാനും ആഘോഷങ്ങൾ നടത്താനും ആൾക്കൂട്ടം ഇവിടെ കാണാൻ പറ്റിയതിലോ എന്തോ യെസ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എല്ലാ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബാക്കി എല്ലായിടത്തും പോകുന്ന പോലെ ഇവിടെയും വരാൻ പറ്റണം. അതിനുള്ള ആവേശമാണ് ഈ കയ്യടി. അപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഫാസ്റ്റ് ഫിലിംസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എത്തിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകൾ. തലവൻ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷനാണ്. അതിന് ഞാൻ വലിയൊരു നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് വലിയ സിനിമകളും വലിയ വിജയങ്ങളുമായിട്ട് നിങ്ങളൊക്കെ സംസാരിക്കാനുള്ളത് ആരാണ്? ഗിരിരാജൻ കോഴിയാണ് അല്ലേ? പക്ഷെ ഗിരിരാജൻ കോഴി എന്നൊക്കെ അയാൾ ഒരുപാട് മുന്നോട്ട് പോയി. വരുത്തനായിരുന്നു കുറെ നാൾ. നമുക്ക് കാണുമ്പോൾ ഒരു ഇടി കൊടുക്കാൻ തോന്നുന്ന വരുത്തൻ. അപ്പൊ ലെറ്റ്സ് വെൽക്കം ഷറഫുദ്ദീൻ. ഒരു വലിയ കൈയടി. ആസിഫ് അലിയുടെ കൂടെ ഇനി ഒരു പരിപാടിക്കാൻ പറ്റില്ല. അത് പണിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ആർജെയൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ പുള്ളിക്ക് പിടിക്കാറില്ല. എനിക്ക് എന്ത് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ഇപ്പോൾ വന്ന കാര്യം നടത്താം. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഞാനും ആസിയും അമലയും കൂടി അഭിനയിച്ച സിനിമ, പുതിയ സിനിമ, അർഫാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഈ വരുന്ന 26-നാണ് റിലീസാവുന്നത്. എല്ലാവരും അത് കാണുക, കണ്ടു വലിയ വിജയമാക്കി തീർക്കുക. ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു മോളിലേക്കൊക്കെ വന്ന ഇത്രയും ആൾക്കൂട്ടം കണ്ടതിൻ്റെയൊക്കെ പേടിയൊക്കെ എനിക്കുണ്ട്. സത്യത്തിൽ ആസിഫ് കാണിക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുള്ള ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. താങ്ക് യു. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. താങ്ക് യു. ഒരു വലിയ കൈയടി കൊടുക്കും അല്ലേ? ഇവിടെ ഉണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു റീമിക്സിൽ ഡാൻസ് ചെയ്ത നല്ല രസമുണ്ടായിരുന്നു ഡാൻസ്. എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നത് പോലെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഓക്കെ, ഇനി എല്ലാവരും ഈ എനർജിയിൽ നിൽക്കും. അപ്പൊ ഇത് ഒരു സെൽഫി വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഖത്തറിൽ വന്നു എന്ന് പറഞ്ഞ് എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഒരു നല്ല ആവേശം. കാരണം ഇത്രയും സൗന്ദര്യം ഒരു സംവിധായകന് ആവശ്യമില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു ചെറിയ ഈഗോ ആയിരിക്കാം എന്ന് തോന്നുന്നു. തമാശ പറഞ്ഞതാട്ടോ. നന്ദി പറയണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇതിനു മുന്നേ പല ഷോകളും ഖത്തറിൽ പ്ലാൻ ചെയ്ത സമയത്തൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടും ടിക്കറ്റ് സെയിൽ വരെ കഴിഞ്ഞിട്ട് ഷോ നടക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്കൊരു സംശയമുണ്ട് ഈ പ്രാവശ്യവും നടക്കുമോ എന്നുള്ളത്. പക്ഷെ ഇത് നടത്തണം എന്നുള്ളതൊരു വാശിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതും നിങ്ങളെ കണ്ടതും. പിന്നെ അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ച് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഉദ്ദേശം. ഇനി ഞാൻ സംസാരിക്കില്ല, പ്ലീസ്. അല്ല പറഞ്ഞു, കുഴപ്പമില്ല. നമുക്ക് വേണ്ടി ആ ഒരു ട്രെയിലർ ഇവിടെ കാണിക്കാൻ പോകുന്ന ടീച്ചറാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്യാം അല്ലേ? ഉറപ്പിച്ചിട്ടാണ്. കൊടുക്കാം. അപ്പൊ അബ്സല്യൂട്ട് സ്പോർട്സിൽ നിന്ന് അർജുൻ